നമ്മുടെ മക്കളുടെ സ്കൂള് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നാട്ടിലിപ്പോ വെക്കേഷനാണ്, അത് കഴിഞ്ഞിട്ട് ജൂണില്. പണ്ടത്തെ മാതിരിയല്ലല്ലോ. പണ്ടാകുമ്പോ നമ്മളെ സ്കൂൾ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ബുക്ക് ബ്രൗൺ ഷീറ്റ് കൊണ്ടൊക്കെ പുതിയാന്ന് പറയും, നമ്മൾ ചട്ടടാന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പർ കൊണ്ടൊക്കെ ചട്ടട ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഇതേമാതിരി നാട്ടിലുണ്ടാവും ലാമിനേറ്റഡ് ഷീറ്റുകൾ, ട്രാൻസ്പാരന്റും നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് ഷീറ്റുകളൊക്കെ വരുന്നുണ്ട് ബുക്സിന് ചട്ടടാനായിട്ട്. അപ്പോ ചട്ടിടാത്ത ശീലമുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ചട്ടിട്ട് കൊടുക്കാൻ നോക്കുക. കാരണം ബുക്ക് എപ്പോഴും നല്ല വൃത്തിയിലിരിക്കുമല്ലോ, അതിന്റെ കോർണർ ഒന്നും മടങ്ങാതെ നല്ല വൃത്തിയിലിരിക്കും അത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാല്. പിന്നെ ഇപ്പോ അതിലൊരു കാര്യം ഇട്ടിട്ട് അതിലൊരു കാര്യം മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മളൊരു ഫുള്ളായിട്ട് ഒരു ഷീറ്റ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഈ കാറിന് ടിണ്ടൊക്കെ അടിക്കുന്ന മാതിരി ബബിൾസ് ഇല്ലാതെ നല്ല വൃത്തിയിൽ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കോർണറിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനൊരു ഐഡിയ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് കോർണറിലും ബാക്ക് സൈഡിലുമാണ്. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് പീസ് ആക്കിയിട്ട് ആ കോർണറിൽ മാത്രം ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ബുക്കിന് നല്ല ലൈഫ് ഉണ്ടാവും. അതൊരിക്കലും ആ കോർണർ പിന്നെ നാശാവില്ല. സെന്റർ ഭാഗത്ത് ഒരിക്കലും ഡാമേജ് അധികം വരാറില്ല. പിന്നെ മാത്രമല്ല, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് പഴയ ബുക്കുകൾ വാങ്ങിക്കാനായിട്ട് വേറെ പാരന്റ്സുകളൊക്കെ വരാറുണ്ട് നമ്മൾ ക്ലാസ് ഒക്കെ മാറുമ്പോൾ. അപ്പൊ നമ്മളിത് വൃത്തിയിൽ കൊണ്ടുനടക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമ്മളെ മക്കൾക്കും നല്ല വൃത്തിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കും ആ ബുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. അവർക്കും അതൊരു പുതിയതുമാതിരി ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യണതുകൊണ്ട് ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അത് ചെയ്ത് ശീലിക്കുക. ആരെങ്കിലും ഫ്യൂച്ചറിൽ അത് ഉപയോഗിക്കുമ്പോൾ അവരും നല്ല വൃത്തിയിൽ ഉപയോഗിക്കട്ടെ.